ദുബായിലേക്ക് പറന്ന ജാസ്മിന് രണ്ടാളെയും ഒഴിവാക്കി അടുത്തത് നോക്കുവാണോ? വിമർശനങ്ങളുമായി സോഷ്യൽ മീഡിയ. ബിഗ് ബോസ് മലയാളത്തിലെ ഓരോ സീസണുകളും കഴിയുന്നതിന് അനുസരിച്ച് പുതിയ ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടാറുണ്ട്. ഇത്തവണ ഏറ്റവുമധികം സൈബർ ബുള്ളിയിങ് നേരിടേണ്ടി വന്ന വ്യക്തിയെന്ന നിലയിൽ ജാസ്മിന് ജാഫറാണ് പുതിയൊരു ചരിത്രം കുറിച്ചത്. അത്രയധികം വിമർശനങ്ങളായിരുന്നു ജാസ്മിനെ തേടിയെത്തിയത്. ഗബ്രിയും ജാസ്മിനും ചേർന്നുള്ള സൗഹൃദമായിരുന്നു വിമർശനങ്ങൾക്കെല്ലാം കാരണമായത്. പുറത്ത് ജാസ്മിനുമായി കമ്മിറ്റഡ് ആയിരുന്ന അഫ്സൽ എന്ന യുവാവും താരത്തിനെതിരെ വന്നതോടെ കാര്യങ്ങൾ കൂടുതൽ ഗൗരവമുള്ളതായി. എന്നിലിപ്പോൾ മത്സരത്തിന് ശേഷം തന്റെ ജീവിതവുമായി അടിച്ചു പൊളിക്കുകയാണ് ജാസ്മിന്. ബിഗ് ബോസിന് ശേഷം തന്റെ പേരിലുണ്ടായ വിവാദങ്ങളെ പറ്റിയോ റിലേഷൻഷിപ്പുകളെ പറ്റിയോ കൂടുതൽ സംസാരിക്കാൻ ജാസ്മിന് ശ്രമിച്ചിരുന്നില്ല. മാത്രമല്ല ബിഗ് ബോസിലൂടെ സൗഹൃദത്തിലായ റസ്മിനൊപ്പം ചിലയിടങ്ങളിലേക്ക് യാത്ര പോവുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ ജാസ്മിന് ദുബായിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ എന്താണെന്ന കാര്യം വ്യക്തമല്ലെങ്കിലും ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഇത് പറഞ്ഞത്. മാത്രമല്ല തന്റെ പുതിയ ചില ഫോട്ടോസും ജാസ്മിന് പുറത്ത് വിട്ടിരിക്കുകയാണ്. ഇതോടെ ജാസ്മിനെ പരിഹസിച്ചും കളിയാക്കിയും നിരവധി പേരാണ് എത്തുന്നത്. അഫ്സലും പോയി, ഗബ്രിയും പോയി, അടുത്തവനെ പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് ജാസ്മിന്റെ പുതിയൊരു ഫോട്ടോയ്ക്ക് താഴെ ഒരാൾ കമന്റിട്ടിരിക്കുന്നത്. ഇത്തരത്തില് വളരെ മോശമായ രീതിയിൽ ജാസ്മിനെതിരെ കമന്റുകൾ വന്നിട്ടുണ്ടെങ്കിലും അനുകൂലിച്ചുകൊണ്ടും നിരവധി പേര് എത്തിയിരിക്കുകയാണ്. ജാസ്മിനെ പ്രണയിച്ച യുവാവിനെ വഞ്ചിച്ചെന്ന് പറയുന്നവരാണ് കൂടുതല്. എന്നാൽ ആ ഇന്റർവ്യൂ ചെവി തുറന്ന് വെച്ച് കേൾക്കുകയാണ് എല്ലാവരും ചെയ്യേണ്ടത്. കാരണം എൻഗേജ്മെന്റ് എന്ന് അയാള് പറഞ്ഞിട്ടില്ല, നിശ്ചയം കഴിഞ്ഞു എന്ന് പറയുന്നത് വേറെ ചിലരാണ്. ശരിക്കും പെണ്ണ് കാണലായിരുന്നു, കൂട്ടത്തില് വാക്ക് പറഞ്ഞു എന്നേയുള്ളൂ. ബിഗ് ബോസ് ഷോ കഴിഞ്ഞിട്ടും അതിന്റെ പേരില് സൈബർ അറ്റാക്ക് നടത്താന് വരുന്നവരെ ബ്ലോക്ക് ചെയ്ത് മാറ്റുക, അല്ലെങ്കിൽ ലീഗലി നേരിടുക. സ്ട്രോങ് ആയിരിക്കും ജാസ്മിന്. ഇനി ജാസ്മിന് അടിച്ചു പൊളിച്ചു പഴയ പോലെ ആകൂ. ഗബ്രി, ജാസ്മിന് ഒക്കെ നല്ല ഫ്രണ്ട്സ് ആണ്. അവരെ ഇനിയും കോംബോ ആക്കുന്നതൊക്കെ നിർത്തൂ. ജാസ്മിന്റെ ലൈഫ് അവള് തീരുമാനിക്കട്ടെ എന്നാണ് ആരാധകരുടെ അഭിപ്രായം. അതേസമയം ഗബ്രിയെയും ജാസ്മിനെയും ഒരുമിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരും നിരവധിയാണ്. ഗബ്രിയുടെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും ചിലര് പറയുന്നു. ജാസ്മിനെ നേരിൽ കണ്ടപ്പോഴുള്ള അനുഭവം പങ്കുവച്ചും ഒരാൾ എത്തിയിരുന്നു. പല കാരണങ്ങളാല് ജാസ്മിനെ ഇഷ്ടമാണെന്നാണ് ഒരു ആരാധിക പറയുന്നത്. ഒന്നാമതായി അവള് ശക്തയായ സ്ത്രീയും നല്ലവളുമാണ്. ഗെയിമർ എന്നതിലുപരി പെരുമാറ്റ രീതിയും മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതുമൊക്കെ അഭിനന്ദനാർഹമാണ്. ശരിക്കും ഒരു സൂപ്പർ ലേഡിയാണ് ജാസ്മിന്. കഴിഞ്ഞ ദിവസം ഞാൻ ജാസ്മിനെ കണ്ടിരുന്നു. ഒരുമിച്ച് ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോൾ സെക്യൂരിറ്റി ഗാർഡ് എന്നെ തടഞ്ഞു. എന്നാല് സെൽഫി എടുക്കാം, അവരെ വിടാനാണ് ജാസ്മിന് പറഞ്ഞത്. ശേഷം എന്നെ കെട്ടിപ്പിടിക്കുകയും വിഷമിക്കേണ്ടെന്നും പറഞ്ഞു. അവര് നല്ലൊരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കാൻ ഇങ്ങനൊരു കാര്യം മാത്രം മതി. അതുകൊണ്ട് ജാസ്മിനെ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് ആരാധിക പറയുന്നത്.